ശ്രീ പന്ന്യൻ രവീന്ദ്രൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. CPI നേതാവ്, മുതിർന്ന CPI നേതാവ്. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, എങ്ങനെയാണ് മൻമോഹൻ സിംഗിനെ താങ്കൾ ഓർത്തെടുക്കുന്നത്? അദ്ദേഹത്തിലെ ഭരണാധികാരിയെ, നയതന്ത്രജ്ഞനെയൊക്കെ തന്നെ. അദ്ദേഹം ഒന്നാം UPA സർക്കാരിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ഒന്നാം UPA സർക്കാരിനൊരു പ്രത്യേകതയുണ്ട്. ആ സർക്കാർ കോൺഗ്രസ് മാത്രമല്ല, ഇടതുപക്ഷ പാർട്ടികളും മതേതര പാർട്ടികളും ചേർന്ന ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൽ എടുത്താക്കുന്ന ഗവൺമെന്റ് ആയിരുന്നു. ആ ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ലോകത്തിന്റെ പൊതു സാമ്പത്തിക വളർച്ചയും മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരാളായിരുന്നു എന്നാണ് നേരത്തെ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ. പക്ഷേ പാർലമെന്റിൽ അദ്ദേഹം ഈ കോമൺ മിനിമം പ്രോഗ്രാം അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ഗവൺമെന്റ് തലവനായിരുന്നു. ആ ഗവൺമെന്റ് 2008 വരെ ആ ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ആ ഗവൺമെന്റിനുള്ള പിന്തുണ ഇടതുപക്ഷ പാർട്ടികൾ പിൻവലിച്ചു. അതോടെ ആ ഗവൺമെന്റിന് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരുപാട് കളികൾ നടന്നു. അതൊന്നും ഇപ്പൊ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ പ്രാപ്തനായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. സാമ്പത്തിക കാര്യങ്ങളിൽ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, അതിലൊക്കെ ഒരു ബൂർഷ ഗവൺമെന്റ് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് കൃത്യമായ നിലപാടുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടാനും അത്രയും കാലം ഒരുമിച്ച് നിൽക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്കറിയാം, അതിനുശേഷം കോൺഗ്രസ്, ഇടതുപക്ഷ പാർട്ടികൾ വിട്ട് കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി, ആ ഗവൺമെന്റ് വന്നു. ആ ഗവൺമെന്റിലും അദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രി. അങ്ങനെ 10 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ആ കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് പൊതുവിൽ പരിശോധിച്ചാൽ എന്തൊക്കെ എന്നുള്ളതിനെ പറ്റി കൃത്യമായ കണക്കുകൾ ഇപ്പം നമുക്ക് നിരത്തേണ്ട കാര്യമില്ല. ഒന്ന്, അദ്ദേഹം നമ്മളെ കൂടെ ഇല്ല. രാജ്യത്തിന് വേണ്ടി പൊതുവെ അദ്ദേഹം ഒരു നല്ല സേവനം നൽകി എന്ന കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ നമുക്ക് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ബോധ്യപ്പെടുത്തുകയും അത് കേൾക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു അന്ന് മൻമോഹൻ സിംഗ്. അതുകൊണ്ട് ആ നിര്യാണം നമ്മുടെ രാജ്യത്തിന് പൊതുവിലൊരു നഷ്ടമാണ്. ആ നഷ്ടം എല്ലാവരും അതിനെക്കുറിച്ച് അറിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ നഷ്ടത്തിൽ ഞാനും പങ്കുചേരുന്നു. വളരെ നന്ദി ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, ഈ അവസരത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഓർമ്മിച്ചതിന്.